ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 2 വീക്സിൽ പുറമേ കുറച്ച് ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണം. പക്ഷെ എനിക്ക് ഈ പുറത്ത് പോവുക, ഇങ്ങനെ കറങ്ങി നടക്കുക എന്നതിലുപരി എനിക്ക് ആരെങ്കിലും ഒരാൾ കമ്പനി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് കുറച്ചധികം ദിവസമായിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. സോ ഫൈനലി ഐ റിയലൈസ് ദാറ്റ് നമ്മൾ ആരെയും വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒറ്റയ്ക്ക് പോവാം. ബൈ ദ ബൈ പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നാലും ഞാൻ പറയാണ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ലെറ്റ്സ് ഗോ. അങ്ങനെ ഒരു ഓട്ടമത്സരത്തിന് ശേഷം നമ്മൾ തിരിച്ചു പോവാണ്. നിങ്ങളുടെ വീട്ടിൽ ബൗബോനെ വളർത്തുന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് ഒരു ഗേറ്റ് വെക്കണം. അങ്ങനെ ഏട്ടൻ്റെ ഹെൽപ്പോടുകൂടി ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ബസ് സ്റ്റോപ്പിലെത്തി. പിന്നെ അങ്ങോട്ടൊരു കാത്തിരിപ്പായിരുന്നു. കാത്തിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ പ്ലാൻ ചെയ്യായിരുന്നു വെയിലില്ലാത്ത സൈഡ് ഏതാന്ന് നോക്കി അവിടെ തന്നെ ഇരിക്കണം എന്നൊക്കെ. പക്ഷേ അതിവിദഗ്ധമായി ഞാൻ വെയിലുള്ള സ്ഥലത്ത് തന്നെ നോക്കിയിരുന്നു. ബസ് നിർത്തിയിട്ടപ്പോൾ നല്ല തണലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അവിടെ കയറിയിരുന്നത്. പക്ഷേ ബസ് എടുത്തപ്പോൾ ഒടുക്കത്തെ വെയിലായി. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി മാവൂരോട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എസ് എൻ സ്ട്രീറ്റ് വരെ നടക്കണം. ശരിക്കും ഈ ബസ് സ്റ്റോപ്പിൽ നിർത്തിയിട്ടേക്ക് ബസ് ഇങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കണേ. എനിക്കാണെങ്കിൽ വെയിലും പിന്നെ വാവേൻ്റെ കരച്ചിലും. വാവ പിന്നെ കരയും, മക്കളാവുമ്പോൾ കരയും. പക്ഷേ ഇയാളിങ്ങനെ ഹോൺ അടിക്കുന്ന കേട്ടിട്ട് എനിക്ക് തലവേദനിക്കുക. അവസാനം എനിക്ക് ദേഷ്യം വന്നൊരു കുത്തു കൊടുക്കാൻ തോന്നി. പിന്നെ എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തില്ല. അങ്ങനെ നമ്മൾ നടന്ന് മാനേജർ സ്ക്വയറിലെത്തി. ശരിക്കും വേറെ ഏതോ സ്ഥലത്ത് പോയ പോലെ അല്ലേ. സ്ക്വയർ ഓപ്പൺ ആവണമെങ്കിൽ 3 മണിയാവും. അതുകൊണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞാനിങ്ങനെ പുറത്തു കൂടി നടക്കുകയായിരുന്നു. എപ്പോൾ പോയി കഴിഞ്ഞാലും ഇവിടുന്ന് ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും എനിക്ക് ചുമ്മാ ഇങ്ങനെ നോക്കണം, അതൊരു രസമാണ്. അതുപോലെ ഈ ഫുട്പാത്തിലൂടെ നടക്കാനൊന്നും നല്ല രസമുണ്ടായിരുന്നു. കാരണം ലെഫ്റ്റ് സൈഡിലുള്ള ആ റോഡിലൂടെ ഒരൊറ്റ വണ്ടി പോലും കടത്തി വിടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വേറെ ഏതോ ഒരു സ്ഥലത്ത് പോയ പോലെ ഞാനിങ്ങനെ എൻജോയ് ചെയ്ത് നടന്നിങ്ങനെ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവസാനം നമ്മൾ നമ്മുടെ എസ് എം സ്ട്രീറ്റിലെത്തി. നടന്ന് ഞാൻ വിചാരിച്ച സ്ഥലത്തെത്തി. പക്ഷേ ഇവിടെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോകുമ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻ തോന്നിയിട്ടുണ്ട്. ഇവിടെ ടോപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. ജീൻസ് അത്ര പോരാ, എനിക്കിഷ്ടപ്പെട്ടില്ല. ഇവിടുന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഓൺലൈനിൽ പോലും ബുക്ക് ചെയ്തില്ല. എനിക്കിപ്പോൾ അത് നഷ്ടമായിട്ട് തോന്നുന്നു. എനിവേ ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അഫോർഡബിളായിട്ട് ജീൻസ് കിട്ടാത്തതിൻ്റെ വിഷമത്തിൽ സ്റ്റുഡിയോയിൽ കയറണ്ട, ഇനി മതി വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇതിൻ്റെ അടുത്തെത്തുമ്പോഴത്തേനും ഇങ്ങോട്ട് കയറാനുള്ള ത്വര എനിക്ക് കുറച്ച് കൂടുതലാണ്. പിന്നെ വന്ന സ്ഥിതിക്ക് 2 ഡ്രസ്സ് ഇട്ട് നോക്കാതെ നമ്മൾ പോയില്ലല്ലോ. അപ്പോൾ 2 ഡ്രസ്സും കൂടി വെറുതെ ഒന്ന് ട്രയൽ റൂമിൽ ചെന്ന് ഇട്ട് നോക്കി. ഇത് നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ പുറത്തുള്ള ബുക്ക് സ്റ്റാളാണ്. ഞാനിവിടെ ഒരു ബുക്ക് നോക്കി പോയതാണ്. ശരിക്കും ഞാൻ അവിടെ ബുക്ക്സ് ഭയങ്കര റേറ്റ് കുറച്ച് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് പോയത്. പക്ഷേ പുറത്തുള്ള കുറച്ച് ബുക്ക്സ് മാത്രമേ കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഞാൻ അന്വേഷിച്ച് പോയ ബുക്കാണെങ്കിൽ അവിടെ ഇല്ല. തന്നെ ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോന്നു കേട്ടോ. ഗോകുലം മാളിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓട്ടോ വിളിച്ചത്. പക്ഷെ ഞാൻ ഫോക്കസ് മാളിൻ്റെ മുന്നിലെത്തിയപ്പോൾ നിന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള പ്ലേസാണ്. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു മോളിൽ പോകുന്നത് ഇവിടെയാണ്. കോഴിക്കോട്ടുള്ള ആദ്യത്തെ മോളാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞാൻ ആദ്യമായിട്ട് എക്സ്കുലേറ്ററിൽ കയറുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആദ്യമായിട്ട് പുറത്ത് വരുന്നത് ഇങ്ങോട്ടേക്കാണ്. ഇതൊക്കെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അനുഭവങ്ങളാണ്. അതുപോലെ തന്നെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളും കൂടിയാണ്. എപ്പോൾ ഫ്രണ്ട്സായിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾ മാക്സിൽ വന്ന് കയറി ഇങ്ങനെ നിരങ്ങാറുണ്ട്. അപ്പോൾ എനിക്കിന്ന് ഇവിടെ വന്നപ്പോഴത്തേനും കുറേ കാലമായിട്ട് നമ്മൾ സ്റ്റുഡിയോയിലാണ് എപ്പോഴും പോവാറ്. ഇന്നാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഇവിടുത്തെ ആക്സസറീസ് ആണെങ്കിലും ചെരുപ്പാണെങ്കിലും ഒക്കെ സ്റ്റുഡിയോനേക്കാളും എത്രയോ ബെറ്ററാണ്. ഞാൻ എന്തുകൊണ്ട് ഇത് തിരിച്ചറിയാൻ വൈകിയെന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആലോചനയുടെ അവസാനമായപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന്. അപ്പോൾ പിന്നെ എന്തെങ്കിലും വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഒരു ഷവർമ ഓർഡർ ചെയ്തു. കഴിച്ചു തുടങ്ങിയപ്പോൾ അടിപൊളിയായിരുന്നു. പക്ഷേ തീരാനായപ്പോഴത്തേനും എനിക്ക് ബിരിയാണി കഴിച്ചാൽ മതിയായിരുന്നു എന്നൊരു റിഗ്രറ്റ് അടിക്കാൻ തുടങ്ങി. അതല്ലെങ്കിലും അങ്ങനെയാണ്, ബിരിയാണി അല്ലാതെ ഞാൻ എന്ത് കഴിച്ചാലും എനിക്ക് റിഗ്രറ്റ് അടിക്കും. പക്ഷേ ബിരിയാണി കഴിച്ചാൽ ഞാൻ ഹാപ്പി ആട്ടോ. ആ ഷവർമയിൽ തുടങ്ങിയ റിഗ്രറ്റാണ് പിന്നെ അങ്ങോട്ടേക്ക് എനിക്ക് ഫുൾ റിഗ്രറ്റാണ്. കാരണം എനിക്ക് ഇന്നിങ്ങനെ പോകണ്ടായിരുന്നു, എൻ്റെ പൈസ ഫുള്ള് പോയി, എനിക്ക് നല്ല ഫുഡ് കഴിക്കാൻ പറ്റിയില്ല എന്നൊക്കെ ഓർത്ത്. ഓക്കെ, അപ്പോൾ വന്ന് ഞാനൊന്ന് മേലൊക്കെ കഴുകി ഒന്ന് വൃത്തിയായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പോയതിൽ ഞാൻ നല്ല രീതിക്ക് റിഗ്രറ്റ് അടിക്കുന്നു. ഞാൻ ഇതാണ് വാങ്ങിക്കാൻ പോണത്, ആംഗ്ലറ്റാണ് വാങ്ങിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ അടുത്ത് അമല് പറഞ്ഞു നീ ഇടൂല വാങ്ങിക്കേണ്ടെന്ന്. എനിക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നു. എന്നിട്ട് ഇപ്പം എന്തായി, എനിക്കിത് ഇഷ്ടപ്പെട്ടു പക്ഷെ എനിക്കിത് ചേരുന്നില്ല. പിന്നെ എൻ്റെ കാലിൽ ഇതിട്ടൊരു ഒരു രസമില്ല. അതാണ് മൂത്ത ആൾക്കാർ പറയണത് കേൾക്കണം. അപ്പം എങ്ങനെ ഇരിക്കണം, കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ തോന്നും എന്തിൻ്റെ കേടായിരുന്നു എന്ന്. ഞാനും ശരിക്കും അതന്നെ ആലോചിക്കണേ, എന്തിൻ്റെ കേടായിരുന്നു എന്നുള്ളത്. എനിക്കിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, കഴിഞ്ഞൊക്കെ കഴിഞ്ഞു.
പാസ്റ്റ് ഇസ് പാസ്റ്റ്, നമുക്കങ്ങനെ വിചാരിച്ച് സമാധാനിക്കാം. എന്തൊക്കെയായാലും ഒരാവശ്യമില്ലാത്ത ഈ വ്ളോഗ് ഇത്രയും നേരം കണ്ടതിൽ വളരെ സന്തോഷം. ഇനിയും എൻ്റെ ഇത്തരത്തിലുള്ള വാലും താത്തിക്കോ. ഓക്കെ, ഇനിയും എൻ്റെ ഇങ്ങനെയുള്ള വ്ളോഗുകളൊക്കെ കണ്ട് ബുദ്ധിമുട്ടെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ ഈ വ്ളോഗ് ഇവിടെ നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ ഇനി ഇങ്ങനത്തെ വിടക്ക് വീഡിയോസൊക്കെ ഇട്ട് ഞാൻ നിങ്ങളെ ശല്യം ചെയ്യുന്നതായിരിക്കും. ബൈ ബൈ. സേ ബൈ ഗൈസ്. ഹലോ ഓയ്, സേ ബൈ. ബൈ പറ. എൻ്റെ അടുത്തല്ല, ഓക്കെ, അവരെ കൊല്ലണ്ട.